അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജലീലാസ് വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്വീറ്റ് ഡിഷായിട്ടുള്ള കുനാഫയാണ്. ഓവനിലാണ് സാധാരണ കുനാഫ ഉണ്ടാക്കുന്നത്. പക്ഷേ ഓവനില്ലാതെ തന്നെ നമ്മൾക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ടും സൂപ്പർ ടേസ്റ്റിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. മെയിനായിട്ട് വേണ്ടത് ഈ കാണുന്ന കുനാഫ ഡോ തന്നെയാണ്. ഇത് 400 ഗ്രാമോളം വരുന്ന ഡോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 1 അവർ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പ് മാറ്റി എടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയായിട്ടൊന്ന് പൊട്ടിച്ചൊന്ന് എടുക്കുക. ഇങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇനി മെൽറ്റ് ചെയ്ത ബട്ടറാണ്. അത് ഒരു 200 ഗ്രാമോളം ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലൊരു 180ഓളം ഗ്രാം ബട്ടർ മാത്രമേ നമുക്ക് ഈ ഡോയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. 50 ഗ്രാം ബട്ടർ നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബട്ടർ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബട്ടറും കുനാഫ ഡോയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതി എടുത്ത് ഒരു പാനിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് സൈഡെല്ലാം നല്ല ഷേപ്പിലേക്ക് ഒന്നാകത്തക്ക രീതിയിൽ കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വശങ്ങളൊക്കെ കറക്റ്റാക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം 2.5 കപ്പോളം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ടംബ്ലറിൻ്റെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഞാൻ പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺസ്റ്റാർച്ചാണ്. കോൺസ്റ്റാർച്ച് ഏകദേശം 4 ടേബിൾ സ്പൂണോളം കോൺസ്റ്റാർച്ച് കൂടെ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഏകദേശം 150 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് 300 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നമ്മൾ ഫ്ലെയിമിൽ വെക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ യാതൊരു കട്ടയായിട്ട് അങ്ങനെ ഒന്നും കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതൊരു ചെറുതായിട്ടൊന്ന് തിക്കൻ ചെയ്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് സ്റ്റെയർ ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ടൊന്ന് സ്റ്റെയർ ചെയ്തെടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് സ്കിപ്പ് ചെയ്താലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്നാലും കുനാഫയിലേക്ക് നമ്മൾ ക്രീം ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ക്രീം ചീസ് ചേർക്കാറുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രീം ഫില്ലിങ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്പൂൺ എടുത്ത് നമ്മളൊന്ന് കോരി നോക്കുമ്പോഴേക്കും അത് താഴോട്ട് കുറച്ച് ഹെവി ആയിട്ട് വീഴുന്ന രീതിയിൽ കിട്ടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിൽക്കുക. ഇനി ഈ ഫില്ലിങ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കുനാഫ ഡോയുടെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ക്രീം ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡോയില്ലേ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ അധികം പ്രഷർ കൊടുത്ത് ചെയ്യരുത്. അപ്പോൾ ക്രീം സൈഡിലേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് സൈഡെല്ലാം നമുക്ക് ഈ ഡോ എല്ലാം ഒന്ന് വെച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വളരെ സാവധാനം സൂക്ഷിച്ചിട്ട് അധികം പ്രഷർ കൊടുക്കാതെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള മൊത്തം ഡോയും ഒന്ന് റെഡിയാക്കിയതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതൊരു 10 to 15 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ സൈഡിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമ്മൾക്ക് ഇതെന്ത് ചെയ്യാം, ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി 2 തവണ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ ഞാനൊരു 50 ഗ്രാംസോളം ബട്ടർ ബാക്കി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ കുനാഫ നല്ല ഗോൾഡൻ ബ്രൗൺ കളറോട് കൂടിയിട്ട് 2 സൈഡും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു സിറപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. ആ സിറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പാലെടുത്ത അതേ ഗ്ലാസ് ടംബ്ലറിൽ ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ലെമണിൻ്റെ ഹാഫാണ്. അതും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഏകദേശം 2 ടീസ്പൂണോളം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുക. ഒരുപാട് സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് 4 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതെല്ലാം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുനാഫയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്താഷ്യോ കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. പിസ്താഷ്യോ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പാക്കിയിട്ടും കഴിക്കാം. ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഒരു ക്രീമിൻ്റെ ഒരു ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ നമ്മൾ ഒന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നിർത്താനേ തോന്നില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണും വരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്സലാമ.